നമസ്കാരം. ക്ഷേത്രാചാരങ്ങൾ പാലിച്ചില്ല എന്നാരോപിച്ച് 18 ജീവനക്കാർക്കെതിരെ നടപടിയുമായി തിരുമല തിരുപ്പതി ദേവസ്ഥാനം. ഹിന്ദു ജീവനക്കാർക്ക് മാത്രമേ TTDയിൽ ജോലി ചെയ്യാൻ കഴിയൂ എന്ന് ചെയർമാൻ BR നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള TTD ബോർഡ് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഈ 18 ജീവനക്കാർ അഹിന്ദു പാരമ്പര്യങ്ങൾ പിന്തുടരുന്നതായി കണ്ടെത്തിയാണ് അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ജീവനക്കാർക്ക് മറ്റ് സർക്കാർ വകുപ്പുകളിലേക്ക് സ്ഥലം മാറിപ്പോവുകയോ VRS എടുക്കുകയോ ചെയ്യണമെന്നതാണ് നിർദ്ദേശം. BJP നേതാവും TTD ബോർഡ് അംഗവുമായ ഭാനുപ്രകാശ് റെഡ്ഡി ഈ നീക്കത്തെ പിന്തുണച്ചു. ഇത് പാലിക്കാത്ത പക്ഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ജീവനക്കാർ ഹിന്ദു പാരമ്പര്യങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് ക്ഷേത്രത്തിന്റെ പവിത്രത നിലനിർത്തണമെന്ന് തിരുമല തിരുപ്പതി ദേവസ്ഥാന എക്സിക്യൂട്ടീവ് ഓഫീസർ പുറത്തിറക്കിയ ഉത്തരവിലുണ്ട്. ഭക്തരുടെ വിശ്വാസങ്ങളും വികാരങ്ങളും ഉയർത്തിപ്പിടിക്കാനും ജീവനക്കാർ പ്രതിജ്ഞാബദ്ധരാണ്. ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയ 18 ജീവനക്കാരെ മറ്റ് തസ്തികകളിലേക്ക് മാറ്റിയതായി ബോർഡ് വ്യക്തമാക്കി. പ്രതിജ്ഞ ചെയ്ത ശേഷവും 18 ജീവനക്കാർ അന്യമത ആചാരങ്ങൾ പിന്തുടരുകയും തിരുമല തിരുപ്പതി ദേവസ്ഥാനം സംഘടിപ്പിക്കുന്ന ഹിന്ദു ഉത്സവങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുക്കുന്നുമുണ്ട്. ഇത് വിശുദ്ധിയെയും കോടിക്കണക്കിന് ഹിന്ദു ഭക്തരുടെ വികാരങ്ങളെയും വിശ്വാസത്തെയും ബാധിക്കുമെന്നും ഉത്തരവിലുണ്ട്. വർഷങ്ങളായി ക്ഷേത്ര ബോർഡും അനുബന്ധ സ്ഥാപനങ്ങളും ഹിന്ദുക്കളെ മാത്രമേ നിയമിക്കാവൂ എന്ന വ്യവസ്ഥ ചെയ്യുന്നതിനായി TTD നിയമം 3 തവണ ചട്ടഭേദഗതി ചെയ്തിട്ടുണ്ട്. 1989 പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവിൽ TTD ഭരിക്കുന്ന തസ്തികകളിലേക്കുള്ള നിയമനങ്ങൾ ഹിന്ദുക്കൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. മതപരമായ സ്ഥാപനങ്ങൾക്ക് സ്വന്തം മതത്തിലെ അംഗങ്ങളെ നിയമിക്കാൻ അനുവദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 16(5) ഈ തീരുമാനത്തെ സാധൂകരിക്കുന്നു. ആന്ധ്രാപ്രദേശ് ചാരിറ്റബിൾ ഹിന്ദു മത സ്ഥാപനങ്ങൾ എൻഡോമെന്റ്സ് സബോർഡിനേറ്റ് സർവീസ് നിയമങ്ങളിലെ റൂൾ 3 മതസ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഹിന്ദു വിശ്വാസികളായിരിക്കണമെന്നും പറയുന്നു. 2023 നവംബറിൽ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി റൂൾ 3 ശരിവെച്ചിരുന്നു.